ഹായ് ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. എൻ്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വീഡിയോ ആവുമോ അപ്പോൾ എൻ്റെ ഒരു ഡൗട്ട്. അങ്ങനെ ആവാതിരിക്കട്ടെ അല്ലേ, ഇൻഷാ അല്ലാഹ് വീണ്ടും വീഡിയോ ഇടാൻ കഴിയട്ടെ. കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹം കേട്ടോ, ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാനുള്ളത്. അപ്പം എന്തോ ഒരിത്, അതായത് ഒരു ഉൾഭയം പോലെ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമോ അങ്ങനെയൊക്കെ. കളിയാക്കലുകൾ എന്നെ വല്ലാതെ ഹേർട്ട് ചെയ്യും. അപ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് വീഡിയോ എടുക്കാനും അപ്ലോഡ് ചെയ്യാനൊക്കെ. ഇന്നിപ്പോൾ ഒരു മടി പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുത്ത് അതിനൊന്ന് ഉഷാറാക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ കുറച്ച് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വീഡിയോ എടുത്താലോ എന്ന് തോന്നിയത്. വീഡിയോ എടുക്കാനൊരു ഫോൺ ഉണ്ടെന്നല്ലാതെ അതിൽ വേറെ സെറ്റപ്പും കാര്യങ്ങളൊന്നും എൻ്റെ അടുത്തില്ല കേട്ടോ. വോയിസ് ഓവർ കൊടുക്കാനുള്ള മൈക്കും ഒന്നുമില്ല. എന്നാലും വേണ്ടില്ല, ഒന്ന് എടുക്കട്ടെ, അപ്ലോഡ് ചെയ്യാലൊക്കെ പിന്നെ അല്ലേ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ തുന്നലൊന്നും ഞാൻ എവിടെയും പോയി പഠിച്ചതല്ല കേട്ടോ. അതിൻ്റെ ഒരു പ്രൈസ് കൊണ്ട് എനിക്ക് അങ്ങനെയാണ് പഠിഞ്ഞതാണ്. എനിക്ക് കിച്ചൺ ഡ്യൂട്ടിനേക്കാളും ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തുന്നിക്കൊണ്ടിരിക്കുന്നത്. ഓരോന്ന് ഡിസൈൻ ചെയ്യാനും ഇഷ്ടമാണ്. അപ്പോൾ ഇത് ചുരിദാർ തുന്നൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ അതൊരു ഫുൾ സ്ലീവ് മാക്സിയാണ് കേട്ടോ. ഇതിനൊന്ന് ഹാഫ് സ്ലീവ് ആക്കി ഒന്ന് സെറ്റപ്പ് ആക്കണം. എനിക്കിതിൻ്റെ കളറും പ്രിൻ്റൊക്കെ കണ്ടപ്പോൾ ഇഷ്ടമായപ്പോൾ എടുത്തതാണ്. ഞാൻ വീട്ടിൽ ഹാഫ് സ്ലീവാണ് ഇടല്. നൈറ്റ് ഞാൻ പുറത്തൊക്കൊന്നും അങ്ങനെ ഇറങ്ങാറില്ല. അപ്പോൾ പിന്നെ ഇത് മതിയല്ലോ. പിന്നെ ഈ നൈറ്റിക്ക് നല്ല റേറ്റ് കുറവാണ് കേട്ടോ. ഞാൻ അത്ര കൂടിയ നൈറ്റൊന്നും എടുക്കാറില്ല. അപ്പോൾ നൈറ്റിക്കൊക്കെ നല്ല റേറ്റാണല്ലോ. ഇതിന് 200 സംതിങ് എത്രയാണ്, ആ ഒരു റേറ്റിൻ്റെ ഒക്കെ തന്നെ ഞാൻ എടുക്കാറുള്ളൂ. പിന്നെ ഇതിനെ എങ്ങനെ നമ്മൾ ശരിയാക്കാൻ നോക്കാം. ഇതാണ് എൻ്റെ മെഷീൻ, സാധാ മെഷീനാണ്. അതിൽ ഇത്രയും ദിവസം മോട്ടറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചായിട്ടുള്ളൂ ഞാനതിന് മോട്ടർ വെച്ചിട്ടോ. ഇതിപ്പോൾ ഏത് നൂല് വേണം എന്ന് ആലോചിച്ചിരിക്കുകയാണ്. ഓക്കെ, പിങ്കും ആ പേർപ്പിളും ആക്കി. എനിക്ക് ഓരോ സാധനങ്ങളും എൻ്റെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇങ്ങനെ ചേഞ്ച് ചെയ്യണ ഇഷ്ടമാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ തുണിക്കടയിലൊക്കെ പോയാൽ എന്തെങ്കിലുമൊക്കെ എടുക്കും, എന്നിട്ട് അതിനെ ഞാൻ എൻ്റേതായ രീതിയിലൊന്ന് മാറ്റിമറിക്കും. എടുക്കുമ്പോൾ എന്നോട് എല്ലാവരും പറയും ഇതെന്തിനാണ് എടുക്കണേന്നൊക്കെ. പക്ഷേ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് മൈൻഡിൽ കണ്ടിട്ടായിരിക്കും അത് എടുക്കുക. വീഡിയോ എടുക്കാൻ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ കേട്ടോ. എടുത്തുതരാൻ ആരുമില്ല ഇവിടെ. ഒരു കയ്യിൽ ക്യാമറ ഉണ്ട്, മറ്റേ കൈ കൊണ്ട് തുന്നാനുള്ളത് പിടിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് വളഞ്ഞും തിരിഞ്ഞൊക്കെ പോകുന്നുണ്ട് കുറേ സ്റ്റിച്ചൊക്കെ. ചിലപ്പോൾ ഏതൊരു പൊട്ടത്തിയത് എന്നൊക്കെ ചിലപ്പോൾ തോന്നും കേട്ടോ. ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. മോള് വന്നാൽ അവള് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അവളിപ്പോൾ മദ്രസയിൽ പോയിക്കണം. ഇനിയിപ്പോൾ അവർ ലേസ് തപ്പിപ്പിടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കയ്യിലും കഴുത്തിലും ഒന്ന് വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം തോന്നുമല്ലോ, അതിന് വേണ്ടിയിട്ട്. എന്താ കണ്ടോ, അപ്പം അങ്ങനെ വെക്കലൊക്കെ കഴിഞ്ഞു. മാക്സിമം നല്ല സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല രസമല്ലേ കാണാൻ? എനിക്ക് രസം തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. എങ്ങനെയുണ്ട്? രസമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്തോളി. ഇത് ഞങ്ങളെ വീട്ടിലെ 2 കുഞ്ഞ് അതിഥികളാണ് കേട്ടോ. ഇവർ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഇവർ എവിടെ നിന്നൊക്കെയോ കിട്ടിയതാണ്. നല്ല രസമായിട്ട് ഇവരെ കളി കാണാൻ. ഇപ്പോൾ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടാനൊന്നും ആയിട്ടില്ല. അപ്പോൾ അതിൽ തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് മക്കൾ മദ്രസ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവർക്കില്ല ഫുഡ് ഉണ്ടാക്കുകയാണ്. രാവിലെ അവർ ദോശയൊക്കെ കഴിച്ച് പോയി. പിന്നെ മദ്രസ ഇട്ട് വന്നപ്പോൾ മുട്ടയും പഴവും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ മടിയൊക്കെ പിടിച്ച ദിവസമാകുമ്പോൾ ഇത് സിമ്പിളാണല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. ഞാൻ താഴത്തെ പാത്രത്തിൽ മുട്ടയിടും. അതിൻ്റെ മേലെ ഇങ്ങനെ പഴം വെച്ച് ആവി കയറ്റുക ചെയ്യുക. പഴം ഇങ്ങനെ നമ്മൾ വെള്ളത്തിലിട്ട് പുഴുങ്ങിനേക്കാളും നല്ലത് ആവി കയറ്റണതാണല്ലോ. അപ്പോൾ ഞാനെപ്പോഴും അങ്ങനെ ചെയ്യല്. എനിക്കത് ഈസിയാണ്. പിന്നെ ഇപ്പോൾ ഞാനിതാ നമ്മളെ കോക്കനട്ട് റൈസ് അഥവാ തേങ്ങാച്ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. പിന്നെ ഞാനുണ്ടാക്കുന്ന തേങ്ങാച്ചോറ് എനിക്കൊരു സ്പെഷ്യൽ ഇഷ്ടമാണ് കേട്ടോ. എല്ലാ തേങ്ങാച്ചോറും എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇതിലെ ചേരുവകൾ ഞാൻ എൻ്റേതായ ഒരു അളവിലാണ് കേട്ടോ ഇടാറുള്ളത്. എല്ലാവരും ഇപ്പോൾ തേങ്ങാച്ചോറ് അപ്പോൾ എന്ന് അറിയുന്നുണ്ടാവില്ലേ.
പക്ഷെ ഇത് ഉണ്ടാക്കാൻ അറിയാത്തവരും ഉണ്ടാവും കേട്ടോ. 4 നാഴി അരിയാണ് കേട്ടോ തേങ്ങാച്ചോറിന് എടുക്കുന്നത്. അതിക്ക് ഒരു തേങ്ങ, ഒരു പാകത്ത് വലുപ്പമുള്ള ഒരു തേങ്ങ, പിന്നെ ഞാൻ ഇപ്പം നേരത്തെ കാണിച്ചിരുന്നില്ല ഉള്ളി, അത്രയും ഉള്ളി എടുക്കുക. എന്നിട്ട് ആ തേങ്ങയും ഉള്ളിയും കൂടെ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. നല്ലോണം അരിയൊന്നും വേണ്ട, ഒന്ന് കൂടി ചതച്ചെടുക്കുക. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എൻ്റെ ഹസ്ബൻഡും മക്കളൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്നു. ഇവർക്കല്ലാതെ ആർക്കും അറിയില്ല ഞാൻ ഈ വീഡിയോ ഇടണമെന്ന്. ഇപ്പോൾ തേങ്ങയും ഉള്ളി അരഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. ഞാനിതാ 5 ലിറ്ററിൻ്റെ കുക്കറിലാണ് അരി കഴുകിയെടുത്തിട്ടുള്ളത്. അതിലിതാ ഞാൻ ഈ ഒരു ലെവലിലാണ് കേട്ടോ വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരച്ച തേങ്ങയും ഉള്ളിയും കൂടെ എല്ലാം അരപ്പ് അതിലേക്ക് ഇടുക. പിന്നെ നമുക്ക് അതിലേക്ക് ഇടേണ്ട ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ അടുത്തതായിട്ട് ഉലുവയാണ് കേട്ടോ. ഇത്രയും ഉലുവയാണ് ഞാൻ അതിലേക്ക് ഇടുന്നത്. ഉലുവയും തേങ്ങയും ഉള്ളിയും, പിന്നെ അതിലേക്ക് വേണ്ടത് ഉപ്പ്, അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇടുക. ഈ ഐറ്റം ഇത് ഇത്ര മതി കേട്ടോ. ഇത്രയും ആയിട്ട് പിന്നെ കുക്കർ അടച്ച് വെച്ചാൽ എന്താ പറയുക, പെട്ടെന്ന് തന്നെ ചോറ് റെഡിയാവും കേട്ടോ. ഞാനിതൊക്കെ ഇട്ടൊന്ന് ഇളക്കിയിട്ട് സ്റ്റവ് ഓൺ ചെയ്യുകയാണ്. സ്റ്റവ് ഓൺ ചെയ്തിട്ട് അതിൽ അടപ്പ് വെച്ച് അടച്ചു. ഇളക്കാൻ മറന്നു കേട്ടോ, അതാണ് ഞാൻ എടുത്തത്. ആദ്യമായിട്ട് വീഡിയോ എടുക്കൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടും റിസ്ക്കുകളൊക്കെ ഉണ്ട്. ഒരു കയ്യിൽ ഫോണുണ്ട്, അങ്ങനെ വിളിച്ച് നടന്ന് വീഡിയോ എടുക്കുകയാണ്. ചിലതൊക്കെ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അരി ഇടുന്നതൊക്കെ ഞാൻ മറന്നു പോയതാണ്. അപ്പോഴൊക്കെ വീഡിയോ എടുക്കണമെന്നുള്ള കാര്യം മറന്നു പോവുകയാണ്. ഇനി ഇതാ ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്കിന് വിസിൽ വരും. വിസിൽ വന്നാൽ പിന്നെ ഉടൻ ഇത് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ബീഫ്, തേങ്ങാച്ചോറുക്കുള്ള ബീഫാണ്. ബീഫ് ഇതാ കഴുകി വാരാൻ വെച്ചിക്കണം. പിന്നെ അടുത്തത് ഉള്ളി, പച്ചമുളക്, തക്കാളി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, വലിയ ഉള്ളി, ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കേട്ടോ ബീഫിലേക്ക് വേണ്ടത്. ഇനിയിപ്പോൾ ഇതൊന്നും പ്രത്യേക കണക്കൊന്നുമില്ല കേട്ടോ, ഒരു ഏകദേശം ഐഡിയ അനുസരിച്ച് ഇട്ടാൽ മതി. ചിലപ്പോൾ ഞാൻ ഉള്ളി 2 ഒക്കെ ഇടും, വലിയ ഉള്ളി, ചെറിയ ഉള്ളി കുറച്ചിടണം. ചിലപ്പോൾ ഞാൻ 1 ഉള്ളി ഇടും, ചിലപ്പോൾ 2 ഉള്ളി ഇടും, അങ്ങനെയൊക്കെ. ഇനി അതിലേക്ക് തക്കാളി വേണം കേട്ടോ, തക്കാളി ഇടാൻ മറക്കരുതേ. അതിൻ്റെ ഇടയിൽ കുക്കർ വിസിൽ അടിച്ചു കേട്ടോ. അപ്പോൾ ഞാനത് ഓഫ് ചെയ്ത് പോന്നു. ഉള്ളി ബാക്കിയുള്ളതും കൂടിയും തൊലിക്കണം. എനിക്ക് ഉള്ളി തൊലിക്കണമെന്ന് ഭയങ്കര ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ. ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഈ ഉള്ളി തൊലിക്കാൻ എളുപ്പത്തിന് വെള്ളത്തിലിടാന്നൊക്കെ പറയും. ഇത് പെട്ടെന്നുള്ള പരിപാടിയായതുകൊണ്ട് വെള്ളത്തിലിടാനുള്ള സമയമൊന്നും കിട്ടിയതുമില്ല. വെള്ളത്തിലിട്ടാൽ പെട്ടെന്ന് തൊലി പോരുന്ന പറയണേ. അപ്പോൾ ഉള്ളി തൊലിക്കലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് കഴുകിയെടുക്കുകയാണ്. കഴുകിയെടുത്തിട്ട് വേണം അത് അരക്കാൻ കേട്ടോ. അതിൽ സവാള ഒഴികെ ബാക്കിയൊക്കെ നമുക്ക് അരച്ചെടുക്കാൻ നല്ലതാണ്. അപ്പോൾ ഇതാ നമുക്ക് നമ്മളെ ബീഫ് അങ്ങോട്ട് കുക്കറിലിടാം കേട്ടോ. ബീഫ് നല്ല ബീഫാണ് കേട്ടോ. എന്താ പറയുക, നല്ല ഈ അലുവ കഷ്ണം പോലത്തെ ബീഫല്ല. കുറച്ചിങ്ങനെ ചെറുതായിട്ടൊരു പുളികുന്നല്ല, ഒരു നെയ്യും ചെറുതായിട്ടൊരു കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള പീസാണ്. എനിക്ക് അലുവത്തുണ്ട് പോലത്തത് എനിക്ക് വലിയ ഇഷ്ടമല്ല. അത് ഒരുപാട് സമയം ചവച്ചിരിക്കണ്ടേ. ഇത് പെട്ടെന്ന് നമ്മൾ ചവച്ചാൽ അലിഞ്ഞ് പോണ ബീഫാണ്. പിന്നെ ഇതാ നമ്മളെ മസാലകൾ അരക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് അരച്ചെടുക്കണം. അതിലേക്ക് ഞാനിതാ ഒരു 2-3 പിഞ്ച് ചെറിയ ജീരകം ചേർക്കുന്നുണ്ട് കേട്ടോ. വലിയ ജീരകം പിന്നെ ഞാൻ പൊടിച്ചതാണ് ഇടുന്നത്. പിന്നെ പൊടിച്ച് വെച്ചതില്ല, അപ്പം ഞാൻ അരക്കണേ കൂടെ ഇടുകയാണ്. പിന്നെ കുറച്ചൊരു സ്പൂണോളം കുരുമുളക് ഇട്ടുക്കണം. എന്നിട്ട് നമുക്കിത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ അരിഞ്ഞു വന്നിട്ടുണ്ട്.
ഇനി ബീഫിക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ഇടാം കേട്ടോ. മല്ലിപ്പൊടി 2-3 ടീസ്പൂണ്, മല്ലിപ്പൊടി, മുളക് പൊടി 1-1.5 സ്പൂണ്. ഞാൻ മുളക് പൊടി അധികം ഇടില്ല, കാരണം കുട്ടികൾക്ക് എരിവ് പറ്റില്ല. പിന്നെ ഞാൻ ഇടുന്നത് മഞ്ഞൾപ്പൊടി, പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ നേരത്തെ അരിഞ്ഞ് വെച്ച സവാള, തക്കാളി, പിന്നെ ഒരു തക്കാളി മതി കേട്ടോ, ചെറിയൊരു തക്കാളി മതി. പിന്നെ അതിക്ക് നേരത്തെ അരച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അങ്ങനെ എല്ലാം കൂടെ ചെറിയ ഉള്ളി എല്ലാം കൂടെ മിക്സ് ചെയ്തില്ലേ, അതും ഇതിലേക്ക് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. ഉപ്പിടാൻ മറക്കണ്ട, ആവശ്യത്തിന് ഉപ്പിടണം. ഇപ്പം നല്ലോണം മിക്സ് ആയിട്ടോ. ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ വീഡിയോയിൽ, ആദ്യമായിട്ടാണ്, അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇതിപ്പോൾ മുളക് പൊടി പൊടിച്ചിടുന്നത് വലിയ പാത്രത്തിലിരുന്നു, അപ്പം ഇനിയിപ്പോൾ അത് ചെറുതിലേക്ക് മാറ്റാണ്ട് എടുക്കേണ്ട എളുപ്പത്തിന്. ഞാൻ ഉണക്കമുളകും പിന്നെ കാശ്മീരി ചില്ലിയും കൂടെ കൂട്ടി പൊടിക്കണം. ഇതൊക്കെ കഴിഞ്ഞാൽ പാത്രങ്ങളുണ്ടാവും കേട്ടോ കഴുകാൻ. നദിയൊന്നുമില്ല, ഇതൊക്കെ ഞാനിതിൻ്റെ ഇടയ്ക്കൊന്ന് കഴുകി വെച്ചു, പിന്നെ വല്ലാണ്ടൊന്നുമില്ല. ഇനി നമുക്ക് നമ്മളെ തേങ്ങാച്ചോറ് ഞാൻ തുറക്കുകയാണ് കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ വറ്റി കറക്റ്റ് പാകത്തിന് വയ്ക്കണം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ തേങ്ങാച്ചോറ്. ഞാൻ വൈകുന്നേരം കട്ടൻ ചായക്കൊക്കെ വെറുതെ എടുത്ത് കഴിക്കും. അങ്ങനെ ഞാൻ കുട്ടികൾക്കും കൊടുക്കും, കുട്ടികൾക്കും ഇഷ്ടമാണ്. പിന്നെ നമുക്ക് കറി ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിലൊക്കെ തേങ്ങാച്ചോറ് തട്ടിക്കൂട്ടാം കേട്ടോ. വളരെ സിമ്പിളായൊരു പരിപാടിയാണത്. തേങ്ങാച്ചോറത്തെ കുക്കറിൻ്റെ ആവി പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കിയിരുന്നു കേട്ടോ. ആ അടപ്പെടുത്തിട്ട് വേണം ഇതിന് വെക്കാൻ. രണ്ടിനും കൂടെ ഒരടപ്പാണ്. മറ്റേൻ്റെ അടപ്പിന് എന്തോ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ ഉപയോഗിക്കാറില്ല. പിന്നെ ഇതാ ബീഫ് അടുപ്പത്ത് വെച്ചു. നമുക്ക് ബീഫ് വേവണം അതുവരെ വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ അടി കൂടെ വേറൊരാളൊരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മോള് എന്തായാലും ഉണ്ടാക്കിയ ഐറ്റം അടിപൊളിയായിരിക്കും കേട്ടോ. ഡോനറ്റാണ്, ബ്രെഡ് കൊണ്ട് എന്തൊക്കെയാണ് കാട്ടി ഉണ്ടാക്കിയിരിക്കും, പക്ഷേ അടിപൊളിയായിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത്ര അടിപൊളിയാവും ഞാൻ വിചാരിച്ചിരുന്നില്ല കേട്ടോ. ഇനി പ്രധാനത്ത് നിലം തുടക്കലാണ്. ഇവിടെ നിലം കാവ്യാണ് കേട്ടോ. ഇത് തറവാട് വീടാണ്, അപ്പോൾ നിലം കാവ്യാണ്. അപ്പോൾ തുടക്കം നല്ല സുഖമാണ് കേട്ടോ. വേഗം അങ്ങനെ മോപ്പെടുത്ത് അങ്ങനെ നനച്ച് പോയാൽ മതി, പെട്ടെന്ന് ക്ലീനാവും. ഒരുപാട് നേരം ഇങ്ങനെ തുടച്ച് നിൽക്കണ്ട, നമുക്ക് വേഗം തുടച്ച് പോവാം. ബീഫ് ഓക്കെ ആയിക്കൊണ്ടിട്ടോ. വിസിലടിക്കലൊക്കെ കഴിഞ്ഞ് ഒരു 5-6 വിസിലടിച്ചു. അപ്പോൾ ഇതിനൊക്കെ ബീഫ് സെറ്റ് ആയിക്കോളും. നല്ല പെട്ടെന്ന് പോലെ ബീഫായിരുന്നു. അപ്പോൾ നമുക്കിനി അതൊന്ന് സെറ്റാക്കാം കേട്ടോ. ബീഫ് ഒരുവിധം വെന്തിട്ട് ശേഷം കേട്ടോ ഞാൻ വേപ്പിലൊക്കെ ഇടുക. കാരണം കറിവേപ്പിലയുടെ മണമൊക്കെ അതേ വിസിലടിക്കുമ്പോൾ ഇതിൻ്റെ മുന്നേലിട്ടൊക്കെ പോകും തോന്നി എനിക്ക്. ലാസ്റ്റ് ഇടുമ്പോൾ ഞാൻ ഫ്രഷ് മണം നല്ല രീതിക്ക് വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ബീഫിൽ ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കും കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ ബീഫിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ബീഫും തേങ്ങാച്ചോറും റെഡിയായിട്ടോ. കഴിക്കാൻ തുടങ്ങിയിട്ടോ ഇവിടെ ഓരോരുത്തർ. ഞാൻ പിന്നെ അതൊക്കെ വീഡിയോ എടുക്കാൻ മറന്നു കുഴമ്പുമ്പോഴൊക്കെ. ഈ പാനൽ കട്ട് ഡ്രസ്സ് ഞാൻ അടിച്ചതാണ് കേട്ടോ. പാനൽ കട്ടാണ്, നല്ല ഫ്ലെയർ ഉണ്ട്, അതിൽ കാണിക്കാൻ പറ്റണില്ല. അത് ഇട്ടാലുള്ളൂ അതിൻ്റെ ഒരു ഫ്ലെയർ മനസ്സിലാവുള്ളൂ. ഇനിയിപ്പോൾ അതേപോലെ തന്നെ റെഡ് മെറ്റീരിയലും കൂടി ഉണ്ട് കേട്ടോ. അതുകൊണ്ടൊരു പാനൽ കട്ടും കൂടി അടിക്കണം. അത് തയ്ക്കണ വീഡിയോ ഞാൻ അടുത്ത ഇതിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ സമയമല്ല. അപ്പോൾ ബായ്, അസ്സലാമു അലൈക്കും.